കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി. പലപ്പോഴും പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വീട്ടിലുള്ള ആളുകൾ പലപ്പോഴും ഇടപെടുന്ന സാഹചര്യത്തിലേക്ക്, അതായത് അമ്മായിമ്മയോ അമ്മോസാക്കയോ ഉപ്പയോ ഉമ്മയോ ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെത്താറുണ്ട്. ഇതിനെങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ കാണാൻ പറ്റുക എന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ മനസ്സിലായത്, ഇവർ പരസ്പരം അവരുടെ റൂമിൽ ഡിസ്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർ പരസ്പരം ക്ലാരിറ്റി വരുത്തേണ്ട പല കാര്യങ്ങളും വീട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ ഡിസ്കഷനോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്ന സാഹചര്യമോ മറ്റും അവർ കാണുന്ന രീതിയിൽ വീട്ടിൽ ഉണ്ടാകുന്നു എന്നതായിരുന്നു യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമാവും, അത് ഉമ്മിയും അവളും തീരുമാനിച്ച് അതിനനുസരിച്ച് തീരുമാനമെടുത്ത് പോകേണ്ട സ്ഥലത്ത് ഹസ്ബൻഡ് ഇടപെട്ടിട്ട് അത് വേണോ വേണ്ടേ എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് ഇതൊരു പ്രോബ്ലമായിട്ട് ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നതും അത് ഡിസ്കഷൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് ചെന്നെത്തുന്നതും. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് അവർ പരസ്പരം എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ഭാര്യയും ഒരു ഭർത്താവും എന്തൊക്കെ കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യണോ അതിനൊരു നിശ്ചിത സമയം ഒരു ദിവസത്തിലോ ആഴ്ചയിലോ കണ്ടെത്തി പരസ്പരം ചർച്ച ചെയ്ത് അവരുടെ ലൈഫിനെ അവർ പ്ലാൻ ചെയ്ത് അവരാഗ്രഹിച്ച രീതിയിൽ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയോ ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതെയാക്കിക്കൊണ്ട് തന്നെ അവരുടെ ലൈഫിനെ അവർക്ക് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇവർ പരസ്പരം ഉണ്ടാക്കുന്ന പല പ്രോബ്ലംസും ബാക്കിയുള്ളവരെ ഇടപെടുന്നു എന്ന രീതിയിലാണ് ഇതിന് ചിന്തിച്ചു പോകുന്നത് എങ്കിൽ ഇത്തരം പ്രോബ്ലങ്ങൾ കൂടി വരികയും അത് നമ്മുടെ ജീവിതത്തിൽ പല സമാധാനക്കേടുകളും അസ്വാരസ്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അതിന് പകരം പരസ്പരം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലും ആസ്വദിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. ഹീലർ മുലൈക്കാൻ, സ്മൈൽ ഹീലിംഗ് സെൻറ്റർ. താങ്ക് യു സോ മച്ച്.